ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ജിഷ, കണ്ണൂർ സ്വദേശിയാണ്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും ഒരു ഓൺട്രപ്രണറുമാണ്. വിംബിൾ അക്കാഡമിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന വേദിയിലാണ് നാം ഉള്ളത്. വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനർ എന്ന കോഴ്സിലെ 24ാമത്തെ ബാച്ചിലെ ട്രെയിനിയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വിംബിൾ അക്കാഡമിയുടെ തന്നെ പ്രൊഫഷണൽ കോഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞവരാണ് ഇവിടെ അവതാരകരായി എത്തുന്നത് എന്നതാണ്. ഒരു ട്രെയിനർ ആകണം എന്ന ആഗ്രഹം പലപ്പോഴും ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്നാണ് എന്നിലുണ്ടായിട്ടുള്ളത്. ഒരാളുടെ ജീവിതത്തിൽ ഒരു വാക്ക് കൊണ്ടുവരുന്ന മാറ്റം കണ്ടുകൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് മാറുന്നത് കണ്ടുകൊണ്ടുള്ള ഒരു അവസ്ഥയിലാണ് എനിക്ക് ഈ ഒരു ട്രെയിനിങ് കോഴ്സ് ചെയ്യണം എന്നുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വിംബിളിന്റെ ഈ ട്രെയിനിങ് സെഷനെ കുറിച്ച് അറിയുകയും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയും ആണ് ഞാൻ ചെയ്തത്. ഈ കോഴ്സ് ഇത് ഒരു ട്രെയിനിങ് കോഴ്സ് എന്നതിനുപരി കമ്മ്യൂണിക്കേഷനും പ്രസന്റേഷനും അതുപോലെ കോൺഫിഡൻസ്, ഓഡിയൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള നിരവധി മേഖലകളിലുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ പറ്റുന്നത്. ഓരോ സെഷനും നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് പാഠാനുഭവങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ അവതാരകയെ പരിചയപ്പെടുത്തുന്നതിന് എനിക്ക് അവസരം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ സെഷൻ അവതരിപ്പിക്കുന്നത് മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ ഹസീന വി കെ ആണ്. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും നഴ്സിംഗ് സ്റ്റാഫും ഒരു അഡോളസെന്റ് ട്രെയിനിങ് കൂടിയാണ്. മാം വർക്ക് ഇപ്പം ചെയ്യുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. നമ്മുടെ മാഡത്തിന്റെ ടോപ്പിക്ക് ദ സൈക്കോളജി ഓഫ് ഏജിങ് എന്നാണ്. ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ട് നമുക്ക് അറിവ് ഒരുപാട് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല കൂടിയാണത്. ജീവിതശൈലിയിലും മനസ്സിനും മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, മനസ്സിന് ജീവിതശൈലിയിലെ അതുപോലെ തന്നെ ബന്ധങ്ങളിലും ഒക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് മാം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുമെന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇന്നത്തെ അവതാരികയായ ഹസീന മാംത്തിനെയും അതുപോലെ തന്നെ ഈ വേദിയിൽ പങ്കെടുക്കാൻ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിനായി നമ്മുടെ അവതാരികയായ ഹസീന മാം ഞാൻ ക്ഷണിക്കുന്നു. ഹസീന മാം, പ്ലീസ്. Okay. Thank you, Jisha ma'am, for a wonderful intro for me. Let's start. തുടങ്ങാം അല്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഞാൻ സോറി പറയാണ്. എൻ്റെ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത് സ്റ്റക്കായി പോവാണ്. അതുകൊണ്ട് ഓഡിയോ മാത്രമായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദ സൈക്കോളജി ഓഫ് ഏജിങ് എന്നാണ്. സോ ഏജിങ് ഈസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മൾ വളരാൻ തുടങ്ങുന്നുണ്ട് അല്ലേ? നമ്മുടെ ശരീരവും വളരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മനസ്സും വളരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ചേഞ്ചസ് വരുന്നത്, ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി നമുക്ക് ചേഞ്ചസ് വരുന്നുണ്ട്. സോ ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പോയിന്റ് എന്താണ് ഓർമ്മ വരുന്നത്? ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് കമന്റ് ചെയ്യാമോ? ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെന്ന്, എന്ത് പോയിന്റ് ആണ് എന്ന് ഒന്ന് റിപ്ലൈ തരാമോ? ഓക്കെ, വീക്ക്നെസ്, ഓക്കെ, ലോൺലിനെസ്, ഓക്കെ, ഏറ്റവും കെയർ കൊടുക്കേണ്ട ഒരു ടൈമാണ്. ഓക്കെ, മൂഡ് സ്വിങ്സ്, ഒബ്വിയസ്ലി മെഡിസിൻസ് എടുക്കാനുണ്ടാവും നമുക്ക് ഒരുപാട്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ റിപ്ലൈ. എല്ലാവർക്കും നന്ദിയുണ്ട്. സോ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് മാറ്റങ്ങളാണ്. നമ്മുടെ ഗ്രേ ഹെയർ,
സ്കിന്നിലൊക്കെ റിങ്കിൾസ് ഉണ്ടാവുക, റെഡ്യൂസ്ഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മസിൽ സ്ട്രെങ്ത്തും ബോൺ സ്ട്രെങ്ത്തും നമുക്ക് കുറവായിരിക്കും. സോ ഇനി അത് സാധാരണ നമ്മൾ ഒരു ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ ഒരു വയസ്സായ ആളുകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി മെന്റലി എന്ന് പറയുമ്പോൾ ഇറ്റ് അഫക്ട്സ് അവർ മൈൻഡ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ. ഇത്രയൊക്കെയാണ് ഫിസിക്കലി ആൻഡ് മെന്റലി ഉള്ള കോമൺലി നമ്മൾ പറയപ്പെടുന്ന ചേഞ്ചസ്. ഇനി നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സൈക്കോളജി ഓഫ് ഏജിങ് ആണല്ലോ. It is mainly focuses on understanding how older adults think and feel. അതുപോലെ തന്നെ how they cope up with life changes. അതുപോലെ തന്നെ the impact of loneliness and their changes in social roles. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോകുന്നത്. ഇനി നമ്മളിപ്പോ ആസ് വി ഓൾ ആർ കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കോളജി ആസ്പിരൻസ്, വാട്ട് ആർ ദ തിങ്സ് വി ഹാവ് ടു പ്രൊവൈഡ് ദം ഫോർ ദെയർ ബെറ്റർ ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ് എന്നും കൂടി നമുക്കിന്ന് നോക്കാം. സോ ഏജിങ് എന്ന് പറയുന്നത് നോട്ട് മിയർലി എ ഗ്രോവിങ് ഫിസിക്കലി അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലി, ഇമോഷണൽ, ഒരു സോഷ്യൽ എല്ലാം കൂടി ഉള്ള ഒരു ചേഞ്ചസ് ആണ് ഏജിങ്ങിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഏജിങ് എന്ന് പറഞ്ഞാൽ ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസീസായിട്ട് നമ്മൾ എവിടെയും പറയുന്നില്ല. ഇതിൽ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും, കോഗ്നേറ്റീവ് ചേഞ്ചസ് ഉണ്ടാവും ആൻഡ് സോഷ്യൽ റോൾ ചേഞ്ചസ് ഉണ്ടാവും. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഏജിങ്. എങ്ങനെയാണ് ഏജിങ്ങിന്റെ ടൈപ്സ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ടൈപ്സ് ഓഫ് ഏജിങ്ങിൽ എന്തൊക്കെ ടൈപ്സ് ആണ് വരിക എന്നുള്ളത്? ആർക്കെങ്കിലും പറയാമോ? ഓക്കെ, ടൈപ്സ് ഓഫ് ഏജിങ്ങിൽ വരുന്നത് ഫസ്റ്റ് വൺ ബയോളജിക്കൽ ഏജിങ്. ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ. ഓക്കെ താങ്ക് യു മാം. താങ്ക് യു ഷംല മാം ഫോർ യുവർ റിപ്ലൈ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ബയോളജിക്കൽ ഏജിങ്. ബയോളജിക്കൽ ഏജിങ് ഇസ് എ നാച്ചുറൽ പ്രോസസ്. അതായത് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത് നോക്കാം. നമ്മുടെ മസിൽ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും, ബോൺസ് വീക്കൻ ചെയ്യും, അതേപോലെ തന്നെ റെഡ്യൂസ്ഡ് വിഷൻ ആൻഡ് ഹിയറിംഗ്. അതേപോലെ തന്നെ നമ്മുടെ മസിൽ സ്ട്രെങ്ത് ഒക്കെ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മൂവ്മെന്റ്സ് ഒക്കെ വളരെ സ്ലോ ആയിരിക്കും. അതേപോലെ തന്നെ റെഡ്യൂസ്ഡ് ഇമ്മ്യൂണിറ്റി, ചേഞ്ചസ് ഇൻ ദെയർ സ്ലീപ്പ് പാറ്റേൺസ്, ഇതൊക്കെയാണ് ബയോളജിക്കൽ ചേഞ്ചസിൽ വരിക. ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ക്യാൻ സ്ലോ ഡൗൺ മെനി ഏജിങ് റിലേറ്റഡ് പ്രോബ്ലംസ്. നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എന്നും കൂടി നോക്കാം. നമുക്കറിയാം എന്താണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എന്ന്. നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഓൾഡർ ഏജിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്? ഒരു പോയിന്റ് പറയാമോ ആർക്കെങ്കിലും? നമ്മളെല്ലാവരും ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവർ തന്നെയാണ്. അപ്പം ഫസ്റ്റ് വൺ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ റെഗുലർ എക്സസൈസ്, പ്രോപ്പർ സ്ലീപ്പ്, സ്ട്രെസ് മാനേജ്മെന്റ്, റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്, ഇതൊക്കെയാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്. ഇനി സെക്കൻഡ് വൺ, സൈക്കോളജിക്കൽ ഏജിങ്. സൈക്കോളജിക്കൽ ഏജിങ്ങിൽ നമ്മുടെ ചേഞ്ചസ് ഇൻ തിങ്കിങ്, മെമ്മറി, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ, ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് ആണ് സൈക്കോളജിക്കൽ ഏജിങ്ങിൽ നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ തേർഡ് വൺ, സോഷ്യൽ ഏജിങ്. സോഷ്യൽ ഏജിങ് മീൻസ് ചേഞ്ചസ് ഇൻ റിലേഷൻഷിപ്പ്, ചേഞ്ചസ് ഇൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെയാണ് സോഷ്യൽ ചേഞ്ചസിൽ വരിക. ഇനി നമുക്ക് ഒരു ഓൾഡർ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഏജിന്റെ മുകളിലുള്ളവരായിരിക്കും സാധാരണ പറയുന്നത്? Above 60. വേറെ എനി അതർ ആൻസേഴ്സ്? നമ്മളൊരു ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഏജ് ആയിരിക്കും? നമ്മള് ലേറ്റ് അഡൾട്ട്ഹുഡ് ആണ് എബോവ് 60 എന്ന് പറയുന്നത്. ആ ലേറ്റ് നമ്മൾക്ക് എക്സാക്ട് ആയിട്ട് ഒരു ഓൾഡ് ഏജ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഇപ്പം നമ്മൾ ഒരു എബോവ് 60 അല്ലെങ്കിൽ എബോവ് 70 എന്നൊക്കെ പറയുമ്പോഴും ലേറ്റ് അഡൾട്ട്ഹുഡ് കോമൺലി എബോവ് 60 ആണ്. അതിൽ തന്നെ യങ് ഓൾഡ് ഏജിനെയാണ് 60 to 74 years ആണ് യങ് ഓൾഡ് ഏജ്. നെക്സ്റ്റ് വരുന്നത് മിഡിൽ ഓൾഡ് ഏജ്, ദാറ്റ് ഈസ് 75 to 84 years. ആൻഡ് ഓൾഡ് ഏജ് ആണ് എബോവ് 85 years. ഇപ്പൊ 85 years ആണ് നമ്മൾ എബോവ് മീൻസ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒക്കെ ഓരോരോ, ചിലർ നേരത്തെ ഡിപ്പെൻഡൻസി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടായിട്ട് നേരത്തെ കിടപ്പിലായവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെയും നമ്മൾ ആ ഒരു ഏജിൽ അവർ ഓൾഡ് ഏജ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. ഇനി സൈക്കോളജിക്കൽ ചേഞ്ചസ് ഇൻ ഏജിങ്. എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കോഗ്നിറ്റീവ് ചേഞ്ചസ്.
ഏജിങ്ങിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളിൽ കോഗ്നിറ്റീവ് ചേഞ്ചസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പൊ അതിൽ വരുന്നതാണ് റെഡ്യൂസ്ഡ് അറ്റൻഷൻ സ്പാൻ, അവർക്ക് ശ്രദ്ധിക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ മൈൽഡ് ഫോർഗെറ്റ്ഫുൾനെസ്, മറവി അവരെ പിടികൂടിയിട്ടുണ്ടാവും. പണ്ടത്തെ അത്ര ഓർമ്മയൊന്നും അവർക്ക് ഇപ്പോഴുണ്ടാവില്ല. ആൻഡ് സ്ലോവർ ദ പ്രോസസ്സിംഗ് സ്പീഡ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒക്കെ ഒരു കഴിവ് അവർക്ക് കുറവായിരിക്കും. സോ ഇതൊക്കെ സാധാരണ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമുക്കൊരു ഡിസീസിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ആൻഡ് രണ്ടാമത്തെ സൈക്കോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇമോഷണൽ ചേഞ്ചസ് ആണ്. അതായത് ഫിയർ ഓഫ് ഡിപ്പെൻഡൻസി. നമ്മൾക്ക് സാധാരണ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലുള്ള നമ്മളൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെ, ഫിയർ ഓഫ് ഡിപ്പെൻഡൻസി. കാരണം അവർക്ക് ഒരു ഭയം ഉണ്ടാവും, മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴും അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ആൻസൈറ്റി അബൌട്ട് ഹെൽത്ത്, അവർക്ക് അവരുടെ ഹെൽത്ത് ഓൾറെഡി മസിൽസും ബോൺസും ഒക്കെ വീക്ക് ആയതുകൊണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അത് അവരെ ആൻഷ്യസ് ആക്കും. ആൻഡ് ഫിയർ ഓഫ് ഡെത്ത്. ഫിയർ ഓഫ് ഡെത്ത് ഇപ്പോഴത്തെ കാലത്ത് ഫിയർ ഓഫ് ഡെത്ത് വളരെ കുറവായിരിക്കും അല്ലെ. എല്ലാവരും ഓരോരോ ഏജ് ഇതിലൂടെ കടന്നു വന്നവരൊക്കെ ഫിയർ ഓഫ് ഡെത്ത് ഒക്കെ ഇപ്പോഴുള്ളവർക്ക് കുറവായിരിക്കും. ആൻഡ് ഏജ് നന്നായിട്ട് അഡ്വാൻസ്ഡ് ആയവർക്ക്, അതായത് ഒരു 85-90 ഇയേഴ്സ് ഒക്കെ അവർ ഇനി എല്ലാം കഴിഞ്ഞു, ഇനി മരണം എന്നുള്ള ഇതൊക്കെ അവർ അധികം ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ചില ആളുകളിൽ ഫിയർ ഓഫ് ഡെത്ത് ഉണ്ടായിരിക്കും. ആൻഡ് ലോൺലിനെസ്. പിന്നെ ഇതൊക്കെയാണ് ഇമോഷണൽ ചേഞ്ചസിൽ വരുന്ന കാര്യങ്ങൾ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ സ്ട്രഗിൾസ് ഓർ ചലഞ്ചസ്. സോ പ്രധാനമായിട്ടും എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും സൈക്കോളജിക്കലി അവർക്ക് ഉണ്ടാവുക? എന്തെങ്കിലും അപ്പൊ നേരത്തെ ആൻസർ പറഞ്ഞ പോലെ തന്നെ ലോൺലിനെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ലോൺലിനെസ് അവർക്ക് ഉണ്ടാവും. ദാറ്റ് ഈസ് എ മെയിൻ സൈക്കോളജിക്കൽ സ്ട്രഗിൾ ഫോർ ദം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ലോൺലിനെസ്. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് സൈക്കോളജിക്കൽ സ്ട്രഗിൾ ആണ്. ആരോടും പറയാൻ വയ്യ, അവരുടെ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാൻ വയ്യ. എന്തൊക്കെയായിരിക്കും ലോൺലിനെസിന്റെ റീസൺസ് പറയാമോ? കുട്ടികളൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടാവും. അതെ, ഓക്കെ, താങ്ക് യു. ചിൽഡ്രൻ ആർ മൂവിങ് എവേ. പല പല കാര്യങ്ങൾക്ക്, അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ആയിട്ട് അവർ പല പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നെക്സ്റ്റ് വൺ ലോസ് ഓഫ് സ്പൗസ്. ജീവിതത്തിന്റെ പല പല ഘട്ടങ്ങളിൽ അവരുടെ പാർട്ട്നേഴ്സ് ഒക്കെ ചിലപ്പോൾ അവരെ വിട്ടുപോയിട്ടുണ്ടാവും. പിന്നെ ചില ആളുകൾക്ക് റിട്ടയർമെന്റ്, റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ലോൺലിനെസ് ഫീൽ ചെയ്തേക്കാം. ഇനി റെഡ്യൂസ്ഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. പലപ്പോഴും ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ അവർക്ക് കുറവായിരിക്കും. അങ്ങനെ അവർ സോഷ്യലി അവര് ഒറ്റപ്പെട്ട ഒരു രീതിയിലായിരിക്കും. സോ രണ്ടാമത്തേത് ലോസ് ഓഫ് ഐഡന്റിറ്റി. ലോസ് ഓഫ് ഐഡന്റിറ്റിയിൽ പ്രധാനമായിട്ടും വരുന്നത് സ്വാഭാവികമായിട്ടും വയസ്സ് കൂടുന്നതിനനുസരിച്ച് അവരുടെ മക്കൾ വളർന്നിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഏർണിംഗ് മെമ്പർ നെക്സ്റ്റ് ജനറേഷൻ ആയിരിക്കും. അതായത് ഇയാളുടെ മോനായിരിക്കും നെക്സ്റ്റ് ഏർണിംഗ് മെമ്പർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏർണിംഗ് മെമ്പർ മാറുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയും മാറും. ഇവർക്ക് ഫാമിലിയിൽ റെസ്പോൺസിബിൾ കാര്യമായിട്ടുള്ള റോളൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവർക്കൊരു ചിന്ത വരും, എന്നെ കൊണ്ടൊരു ഉപകാരവും ഇല്ല എന്നുള്ളൊരു ചിന്തയൊക്കെ മനസ്സിൽ വരും. അങ്ങനെ അതാണ് ലോസ് ഓഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇനി ഗ്രീഫ് ആൻഡ് ബിറേവ്മെന്റ്. എങ്ങനെയായിരിക്കും ഗ്രീഫ് ആൻഡ് ബിറേവ്മെന്റ്? എന്താ ഒരു ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? എങ്ങനെയാണ് അവർക്ക് മാനസികമായിട്ട് വേദന അല്ലെങ്കിൽ മനോവിഷമം മെയിൻ ആയിട്ട് ഉണ്ടാവുക? ലോസ് ഓഫ് ഫ്രണ്ട്സ്. ഏജ് കൂടുന്നതിനനുസരിച്ച് ഫ്രണ്ട്സ് ഒക്കെ ചിലരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ പല ഭാഗത്തേക്ക് ആയി പോയിട്ടുണ്ടാവും. ലോസ് ഓഫ് പാർട്ട്നേഴ്സ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി. ഫിസിക്കൽ ഡിസബിലിറ്റി വരുന്നത് ഒരു വല്ലാത്തൊരു ഗ്രീഫാണ് ഉണ്ടാക്കുന്നത്. അവരെ കൊണ്ട് ഒന്നിനും ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, സെൽഫ് കെയർ ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് അവരെത്തും. സോ അവർക്ക് ഫീൽ ചെയ്യാണ് അവര് എന്നും ഒരു ഡിപ്പെൻഡ് ആവുകയാണ് വേറൊരാൾക്ക്, അവരെ ഇൻഡിപെൻഡൻസി നഷ്ടപ്പെടുകയാണ് എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നു. ഇനി ഫോർത്ത് വൺ ഈസ് ജനറേഷൻ ഗ്യാപ്പ്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ടെക്നോളജി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിഫറൻസ് വലിയൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കുമല്ലോ ഓൾഡ് ഏജിൽ ഉണ്ടാവുക അല്ലേ. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ഇങ്ങനെ കിടപ്പിലാവുമ്പോൾ അവരുടെ കൊച്ചുമക്കളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് സംസാരിക്കാനുണ്ടാവുക. അപ്പൊ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരൊക്കെ ഇവര് പറയുന്നത് ഗ്രാൻഡ് പാരന്റ്സിന് മനസ്സിലാവില്ല. അതുപോലെ ഗ്രാൻഡ് പാരന്റ്സ് എന്താണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവില്ല. അങ്ങനെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെ വളരെയധികം കൂടുതലായിരിക്കും. അപ്പം ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ടും നേരിടുന്ന സൈക്കോളജിക്കൽ സ്ട്രഗിൾസ് ഓർ ചലഞ്ചസ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓഡിബിൾ ആണല്ലോ അല്ലെ? അതന്നെ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വൺ വി ഹാവ് ടു മൂവ് ഓൺ.
കോമൺ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡ്യൂറിങ് ഓൾഡ് ഏജ്. ഏജ് കൂടുന്നതിനനുസരിച്ച് എന്തൊക്കെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനമായിട്ട് 3 പോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡിപ്രഷൻ. സാധാരണ നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഒരു അസുഖമേ അല്ല. അത് നമ്മളെ ഏജ്, ഇപ്പൊ നമ്മൾ ഇൻഫൻസ്, ന്യൂ ബോൺ, ഇൻഫൻസി, സ്കൂളർ, അഡോളസൻ, അതുപോലെ തന്നെ അഡൾട്ട്ഹുഡ്, അത് കഴിഞ്ഞാലുള്ള ഒരു സ്റ്റേജ് ആണ് നമ്മുടെ ഈ അഡൾട്ട്ഹുഡ് കഴിഞ്ഞിട്ടുള്ള യങ് അല്ലെങ്കിൽ ഓൾഡർ അഡൾട്ട് എന്ന് പറയുന്നത്. അപ്പം അതിൽ അവർക്ക് പ്രധാനമായിട്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും നമുക്ക് അങ്ങനെ അവരൊരു അസുഖം ഉള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിൽ പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അവരുടെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ, അതേപോലെ തന്നെ നെർവസ് ടിഷ്യൂസിൽ വരുന്ന മാറ്റം, ഇതിലൊക്കെ കൊഗ്നിറ്റീവ് എല്ലാ കാര്യങ്ങളിലും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചില ആളുകൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ, ഡിപ്രഷൻ. ഡിപ്രഷന്റെ മെയിൻ സിംറ്റംസ് എന്തൊക്കെയാണ്? സാധാരണ ആളുകളിൽ കണ്ടുവരുന്ന ഡിപ്രഷൻ തന്നെയൊക്കെ ആ സിംറ്റം തന്നെയാണ് ഇവരിലും ഉണ്ടാവുക. എന്തൊക്കെയാണ് നമ്മൾ ഡിപ്രഷന്റെ സിംറ്റംസ് പറയുന്നത്? സോറി, നമ്മളെ വെർത്ത്ലെസ് ആയിരിക്കും, വെർത്ത്ലെസ്നെസ്. ഓക്കെ കേട്ടു, താങ്ക് യു. അതെ, വെർത്ത്ലെസ്നെസ് ഉണ്ടാവും. കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത് സാഡ്നെസ്, അല്ലെ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ സ്ലീപ്പ് പ്രോബ്ലംസ്, ഫീലിംഗ് ഹോപ്പ്ലെസ്നെസ്, അതുപോലെ തന്നെ മാം പറഞ്ഞ പോയിന്റ് ഫീലിംഗ് വെർത്ത്ലെസ്നെസ്. ഇതൊക്കെയാണ് ഡിപ്രഷനിൽ മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്കും വരുന്ന സിംറ്റംസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ആൻസൈറ്റി. അവർക്ക് കൂടുതലായിട്ടും വറീസ് അബൌട്ട് ഹെൽത്ത്, ഫിനാൻസസ്, ഫാമിലി. അതായത് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കുറെ ഉണ്ടാവും, അതിനെക്കുറിച്ച് അവർ ഭയങ്കര വറീഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഫിനാൻസസ്, അവരുടെ ഏർണിംഗ് മെമ്പർ മാറി കയ്യിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ക്യാഷ് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ അവർക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഫാമിലി, അതായത് അവരുടെ കുട്ടികളൊക്കെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും വേറെ സ്ഥലത്തോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വറി ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ആരവരെ ടേക്ക് കെയർ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ആൻസൈറ്റികൾ അവർക്ക് ഉണ്ടാവും. ആൻഡ് തേർഡ് വൺ ഈസ് ഡിമെൻഷ്യ ആൻഡ് അൾഷിമേഴ്സ് ഡിസീസ്. അതും ഒരു കോമൺ ഡിസീസ് അല്ല, എന്നാലും അവരുടെ ദാറ്റ് അഫക്ട്സ് അവർ മെമ്മറി, തിങ്കിങ്, ബിഹേവിയർ ആൻഡ് എബിലിറ്റി ടു പെർഫോം ഡെയിലി ആക്ടിവിറ്റീസ്. അത് ഒരു നോർമൽ പാർട്ട് ഓഫ് ഏജിങ്ങേ അല്ല, അത് അവരുടെ ബ്രെയിൻ ഫങ്ഷൻസിനെ അഫക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അൾഷിമേഴ്സ് ഡിസീസ് എന്നൊക്കെ പറയുന്നത് ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്, വളരെ കുറെ നാളത്തേക്ക് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഡിസീസാണ്. മെമ്മറിയിലും അതുപോലെ തന്നെ തിങ്കിങ്ങിലും ബിഹേവിയറിലും ഒക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഡിമെൻഷ്യ ആൻഡ് അൾഷിമേഴ്സ് ഡിസീസ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പോസിറ്റീവ് ആൻഡ് ഹെൽത്തി ഏജിങ്. നമുക്ക് ഹെൽത്തി ഏജിങ്ങിൽ എന്തൊക്കെ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം തന്നെ ചെയ്യാം, നമുക്ക് അവരെ പ്രൊമോട്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ആക്ടിവിറ്റി. പ്രായമായ ആളുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ പറയാം, അല്ലെങ്കിൽ അവരോട് കൂടി നമുക്കൊരു ഈവനിങ് വാക്ക് ഒക്കെ കൊടുക്കാം. ആൻഡ് യോഗ, അവർക്ക് യോഗ പറഞ്ഞു കൊടുക്കാം. ആൻഡ് സ്ട്രെച്ചിങ്, ഇപ്പം ചിലർക്കൊക്കെ അധികം മൂവ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, വീട്ടിലൊക്കെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ്, കൈകാലുകളൊക്കെ മൂവ് ചെയ്യിപ്പിക്കാനും ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മെന്റൽ ആക്ടിവിറ്റി. ന്യൂസ് പേപ്പർ ഒക്കെ വായിപ്പിക്കാം, റീഡിങ്, അതുപോലെ തന്നെ ലേണിംഗ് ന്യൂ തിങ്സ്. ഇപ്പൊ റീസെന്റ് നടക്കുന്ന നമ്മുടെ ഇപ്പൊ എലക്ഷൻ അല്ലെങ്കിൽ ന്യൂ CM, പുതിയ MLA-മാര്, അങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. വേറെ പല പല ഈവൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ നമ്മളെ സറൗണ്ടിങ്സിൽ, അതൊക്കെ നമുക്ക് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ആൻഡ് തേർഡ് വൺ ഈസ് സോഷ്യൽ കണക്ഷൻ. അപ്പോൾ സോഷ്യൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ അവര് കുറെ ആളുകളാണെങ്കിൽ സോഷ്യലി തന്നെ അവര് ഒറ്റയ്ക്ക് കഴിയുന്നു, സോഷ്യൽ ഇതെല്ലാം മാറി ഇന്ററാക്ഷൻസ് എല്ലാം മാറ്റി നിർത്തിയിട്ട് അവർ തന്നെ വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അപ്പൊ അവരുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഫാമിലി കോൺവെർസേഷൻ, നമ്മുടെ ഫാമിലിയിലുള്ളവരുമായിട്ട് അവർക്കൊരു ഒന്നിച്ചു ഇരുന്ന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അവരോട് കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് അവരെ ചെയ്യിപ്പിക്കാം. മൂന്നാമത്തേത് നെക്സ്റ്റ് വൺ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. നമുക്ക് അവരെ ചർച്ചിൽ കൊണ്ടുപോകാം, അതുപോലെ തന്നെ പ്രാർത്ഥനകളിൽ, വേറെ പല മീറ്റിങ്ങുകളിലൊക്കെ അവരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഇതൊക്കെയാണ്. ഇനി ഫോർത്ത് വൺ വരുന്നത് ഇമോഷണൽ എക്സ്പ്രഷൻ. പോസിറ്റീവ് ആൻഡ് ഹെൽത്തി ഏജിങ്ങിൽ ഫോർത്ത് വൺ വരുന്നത് ഇമോഷണൽ എക്സ്പ്രഷൻ.
എൻകറേജ് ദം ടു ടോക്ക് അബൌട്ട് ദെയർ ഫീലിങ്സ്. അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ അവർക്കൊരു അവസരം കൊടുക്കാം, അവർക്കൊരു സ്പേസ് കൊടുക്കാം. അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ പേടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി അത് എന്താണെന്ന് മനസ്സിലാക്കാം നമുക്ക്. അതുപോലെ തന്നെ എൻകറേജ് ദം ടു ഡു പ്രേയേഴ്സ് ആൻഡ് മെഡിറ്റേഷൻ. അപ്പം ചില ആളുകളൊക്കെ, പ്രായമായ ആളുകൾ അധികവും അതൊക്കെ ഫോളോ ചെയ്യുന്നവർ തന്നെയായിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് ജോലിയോ റെസ്പോൺസിബിലിറ്റിയോ ഇല്ലാത്തത് കൊണ്ട് അധികം ആളുകളും പ്രേയേഴ്സിലും സ്പിരിച്വാലിറ്റിയിലും ഒക്കെ നിൽക്കുന്ന ആളുകളായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം റോൾ ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റി. ഇവിടെ ഞാനൊരു സ്റ്റോറിയിലൂടെ പറയാം. അതായത് നമ്മുടെ ഫാമിലിയിൽ എങ്ങനെയാണ് ഒരു പ്രായമായ ആളുകൾ ഉണ്ടാവുമ്പം അവരെ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ യങ്ങർ വൺസ്, ഫാമിലിയിലുള്ള ഏറ്റവും ചെറിയ ആളുകളിൽ അത് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക എന്നൊരു കഥയിലൂടെ ഞാൻ പറയാം. അതായത് ഒരു വീട്ടില് ഒരു അപ്പൂപ്പനും അവരുടെ രണ്ട് അച്ഛനും അമ്മയും ഒരു ചെറിയ മോനും ഉണ്ടായിരുന്നു. അപ്പം ഈ അപ്പൂപ്പനായിരുന്നു ഈ കുട്ടിക്ക് ചെറുപ്പത്തിലെ കുട്ടീനെ എല്ലാ കാര്യങ്ങളിലും കുട്ടിയോട് കളിക്കാനും ചിരിക്കാനും സംസാരിക്കാനും അപ്പൂപ്പന്റെ പഴയ കഥകൾ പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും ഈ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടി വളർന്നു, അതുപോലെ തന്നെ അപ്പൂപ്പനും വളർന്നു. അപ്പൂപ്പന് പ്രായമായി. അപ്പൂപ്പന് കൈകാലുകളൊക്കെ വിറയ്ക്കാനും അതുപോലെ ഫുഡ് കാര്യമായിട്ട് എടുത്ത് കഴിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോ ഈ കുട്ടീന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്തു, അപ്പൂപ്പന് വേണ്ടിയിട്ട് അപ്പൂപ്പന്റെ റൂമില്, അതായത് വീടിന്റെ ഒരു മൂലയിൽ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് അപ്പൂപ്പന് ഒരു റൂം കൊടുത്ത് ആ അപ്പൂപ്പന് കഴിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു ടേബിൾ ആക്കി കൊടുത്തു. അതായത് അപ്പൂപ്പന് ഈ വിറയലായതുകൊണ്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഭക്ഷണ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ വീഴുന്നത് ഈ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ട്, അത് ക്ലീൻ ചെയ്യലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പൂപ്പന് തനിയെ ഒരു റൂം കൊടുത്ത് അതിൽ തന്നെ ഒരു ടേബിളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അപ്പൂപ്പന് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി. അങ്ങനെ ലാസ്റ്റ് ആയപ്പോ അപ്പൂപ്പൻ കാലം കഴിഞ്ഞ് അപ്പൂപ്പൻ മരിച്ചുപോയി. കുറെ കാലങ്ങൾക്ക് ശേഷം ഇവര് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ മോൻ പറഞ്ഞു, ഞാൻ ഇതേപോലെ റൂമിൽ ഒരു ടേബിൾ ചെറിയൊരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോ അച്ഛനും അമ്മയും ചോദിച്ചു എന്തിനാണ് ആ ടേബിൾ എന്ന്. അപ്പൊ മോൻ പറഞ്ഞു, പ്രായമാവുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഷിവറിങ്, കൈന് വിറയിലൊക്കെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ, അപ്പൊ അച്ഛനെ അമ്മേനെ ആ മുറിയിലിട്ടിട്ട് അവർക്കും അതേപോലെ ഈ ടേബിളിൽ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ പോലും എത്രമാത്രം ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് നമ്മൾ എത്ര റെസ്പെക്ട് പ്രായമായവർക്ക് കൊടുക്കുന്നോ, എന്ത് കൺസിഡറേഷൻ കൊടുക്കുന്നോ, അത് ഈ ചെറിയ കുട്ടികളിൽ പോലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ നമ്മൾ റോൾ ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ലിസൺ റെസ്പെക്ട്ഫുള്ളി. നമ്മള് അവർക്കൊരു അവരുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ എപ്പോഴും കൊടുക്കുക. അതായത് അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ, ഫാമിലിയിലുള്ള ചെറിയ കുട്ടികളെ നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്യിപ്പിക്കുക, അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ടേക്ക് കെയർ ചെയ്യിക്കാനൊക്കെ. നമ്മളെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടാവില്ലേ, അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ മെഡിസിൻ എടുത്ത് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ട് കൊടുക്കാൻ, അതുപോലെ തന്നെ അവരോടൊന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരെ എണീക്കുമ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ. അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യിപ്പിക്കണം. എന്നാലേ അവർക്കും അങ്ങനെ ഒരു തോട്ട് ചെറുപ്പം മുതലേ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തേത് അവോയ്ഡ് ഏജിസം. നമ്മൾ ഗ്രൂപ്പിസം, റേസിസം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അവോയ്ഡ് ഏജിസം. എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രായമായി, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തരുത്. അവരെ നമ്മൾ മാക്സിമം കൺസിഡർ ചെയ്ത് അവരെ കൂടെ നിർത്തേണ്ടതാണ്. സോ തേർഡ് വൺ ഈസ് ഇൻക്ലൂഡ് ദം ഇൻ ഫാമിലി ഡിസിഷൻ, സെലിബ്രേഷൻ, അതുപോലെ തന്നെ കോൺവെർസേഷൻ. ഇതെല്ലാം അതേപോലെ തന്നെ അവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക ഫാമിലി ഡിസിഷനിലും സെലിബ്രേഷൻ, കോൺവെർസേഷൻ. അത് അവർക്ക് നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവരിൽ വരുത്തുക. ആൻഡ് ഫോർത്ത് വൺ ഈസ് പ്രൊവൈഡ് ഇമോഷണൽ സേഫ്റ്റി. ഇമോഷണൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ഫീലിംഗ് ഗുഡ് അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അവരുടെ കൂടെ ഒന്ന് ഇരിക്കുക, അതുപോലെ തന്നെ അവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ചു നോക്കുക. പ്രായമായ അച്ഛ അമ്മ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സംസാരിക്കുക. അതുപോലെ തന്നെ ഷോയിങ് അഫെക്ഷൻ, അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക. ഇതൊക്കെ ഇത്രയൊക്കെയാണ് നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ. ഇനി നമ്മൾ പറഞ്ഞതുപോലെ
നമുക്ക് അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ഓൾഡർ അഡൽട്സിന് എന്തൊക്കെ സൈക്കോളജിക്കൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നും കൂടി നോക്കാം. നമ്മളെല്ലാവരും കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒക്കെയാണ്, അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്നവര്, അല്ലെങ്കിൽ ഇനി കൊടുക്കാൻ പോകുന്നവര്, അല്ലെങ്കിൽ വേറൊരാൾക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സന്തോഷം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ അല്ലെ ഇപ്പൊ നമ്മളെ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഉള്ളത്. അപ്പൊ നമ്മൾക്ക് ഓൾഡർ അഡൾട്ടിന് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നും കൂടി നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് എന്തൊക്കെയായിരിക്കും, ആർക്കെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്തൊക്കെ എന്താണ്, കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? അറിയാതെ ടച്ച് ആയതാണോ സർ? പറഞ്ഞതാണോ, ആൻസർ പറഞ്ഞതാണോ? അല്ല മാം, അറിയാതെ ടച്ച് ആയതാ, സോറി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആക്റ്റീവ് ലിസണിങ്. അപ്പം നമുക്കിപ്പം ആരും നമുക്ക് കൗൺസിലിംഗ്, ഇപ്പൊ ഓൾഡർ ആയിട്ടുള്ള ആളുകളൊന്നും എനിക്ക് കൗൺസിലിംഗ് വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്തോട്ട് ആരും അങ്ങനെ വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അത്ര ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളൊന്നും അങ്ങനെ വരില്ലല്ലോ. അപ്പൊ നമ്മൾ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ആക്റ്റീവ് ലിസണിങ്. നമ്മൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ മെമ്മറീസ്, അവരുടെ ഫിയേഴ്സ്, അല്ലെങ്കിൽ പണ്ട് അവരുടെ അച്ചീവ്മെന്റ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അവർക്ക് ഷെയർ ചെയ്യാൻ. ഇപ്പൊ അവരാരും ഷെയർ ചെയ്യാനില്ലാതെ ഇരിക്കുകയായിരിക്കും. അപ്പം അവർക്കൊരു സ്പേസ് കൊടുക്കുക. അവരുടെ കുറെ കാര്യങ്ങൾ ഒരാൾ കേൾക്കാനുണ്ടെങ്കിലും അവരുടെ കുറെ ടെൻഷൻസ് മാറുമല്ലോ. ദാറ്റ് ഈസ് ആക്റ്റീവ് ലിസണിങ്. രണ്ടാമത്തേത് വാലിഡേഷൻ ഓഫ് ഫീലിങ്സ്. അവരുടെ ഫീലിങ്സിന് ഒരു വാല്യൂ കൊടുക്കുക. ഇപ്പൊ ഐ ഫീൽ അലോൺ, ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറയാ, അല്ലെങ്കിൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു ഭാരമായി എല്ലാവർക്കും എന്നൊക്കെ ആയിരിക്കും അവരുടെ ഫീലിങ്സ്. അപ്പം അവർക്ക് നമ്മളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി അവരുടെ കൂടെ ഉണ്ട് എന്നൊരു ഫീലിങ്സ് അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. ഇനി തേർഡ് വൺ ഈസ് ഹെൽപ്പ് ദം ടു മെയിൻറ്റെയിൻ ഐഡന്റിറ്റി. അതായത് അവർക്കിപ്പോ പ്രായമായി, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഞാനിപ്പം ഇവിടെയുള്ള ഒരാൾ, എന്നെ ആരും പരിഗണിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് തോട്ട്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അവരെ കൊണ്ടും നമ്മൾക്ക് യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെയും നമുക്ക് വേണം, നമ്മൾ അവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നൊക്കെ അവർക്ക് ഒരു തോന്നൽ വരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പൊ യങ്ങർ പീപ്പിൾ, ചെറിയ കുട്ടികൾക്കൊക്കെ അവരുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറയാം. അവരുടെ പഴയ കാലത്തുള്ള സ്റ്റോറിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറയാം. അതുപോലെ തന്നെ വേറെ പല പല കാര്യങ്ങളിലും അവരെ ഇൻവോൾവ് ചെയ്യിക്കുക. അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മുടെ വീട്ടിലായാലും പുറത്തായാലും ഒക്കെ. അപ്പൊ അതിലൊക്കെ നമ്മൾക്ക് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. ആൻഡ് ഫോർത്ത് വൺ ഈസ് എൻകറേജ് ഇമോഷണൽ എക്സ്പ്രഷൻ. നമ്മൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാം. അവർക്ക് പേടിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദുഃഖം തോന്നുന്ന കാര്യങ്ങൾ, ആൻഷ്യസ് ആവുന്ന സമയങ്ങൾ, അതൊക്കെ നമ്മൾ അവരോട് ചോദിച്ചറിയാം. അപ്പം നമ്മൾ ഇമോഷണൽ അവർക്ക് കൊടുക്കുന്ന, ഇപ്പൊ ഓൾഡർ അഡൾട്ടിന് കൊടുക്കുന്ന തെറാപ്പിയാണ് റെമിനിസൻസ് തെറാപ്പി എന്നൊക്കെ പറയുന്നത്. റെമിനിസൻസ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ടു ടോക്ക് ആൻഡ് റീകോൾ ദ മീനിങ്ഫുൾ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആൻഡ് മെമ്മറീസ്. അവരെ കൊണ്ട് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസും നല്ല നല്ല ഓർമ്മകളും ലൈഫ് ഈവൻസും ഒക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിനെയാണ് റെമിനിസൻസ് തെറാപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നറേറ്റീവ് തെറാപ്പി, അതേപോലെ തന്നെ മ്യൂസിക് ആക്ടിവിറ്റീസ്, അവരെ കൊണ്ട് പാട്ട് പാടിക്കുക. ചിലരൊക്കെ നന്നായിട്ട് പാട്ട് പാടുന്നവരൊക്കെ ആയിരിക്കും. ഇനി ഫിഫ്ത്ത് വൺ പ്രൊമോട്ട് കോഗ്നിറ്റീവ് ഹെൽത്ത്. അവരെ കൊണ്ട് വായിപ്പിക്കുക, കോൺവെർസേഷൻ. ഇപ്പൊ പ്രായമായ ആളുകളൊക്കെ ഒരുപാട് അടുത്തടുത്തൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവരൊക്കെ കൂടി നിൽക്കുന്ന കവലകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ട് കോൺവെർസേഷൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. അതൊക്കെയാണ് കോഗ്നിറ്റീവ് ഹെൽത്തിൽ വരുന്നത്. സിക്സ്ത് വൺ ഇസ് ബിൽഡ് ദെയർ സെൽഫ് എസ്റ്റീം. അവരുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കുക. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളല്ല. ചിലവർക്കൊക്കെ ഒന്ന് പുറത്തൂടെ നടക്കാനൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് പറ്റിയെന്നിരിക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇനി സെവൻത്ത് വൺ ഈസ് എൻകറേജ് പോസിറ്റീവ് ഏജിങ്. അതായത് ഇപ്പോഴത്തെ ഓൾഡർ അഡൾട്ട് എന്ന് പറയുന്നത് ഹെൽത്തി റുട്ടീൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും. പണ്ട് മുതലേ നേരത്തെ എണീക്കുന്നവരായിരിക്കും. അവരുടെ റുട്ടീൻസ് ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നവരായിരിക്കും. അപ്പം അത് അവരെ കൊണ്ട് എൻകറേജ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ കണക്ഷൻ, മുമ്പുള്ളവരൊക്കെ ആയിട്ട്, ഫ്രണ്ട്സൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള കുറച്ച് ദൂരമുള്ള ആളുകളൊക്കെ ആയിട്ടൊന്ന് ഫോണിലൂടെ സംസാരിപ്പിക്കുക, അവരുടെ ലോൺലിനെസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി എയ്ത്ത് വൺ എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ഫാമിലി റിലേഷൻഷിപ്പ്.
അതിൽ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് അല്ലെ, കുട്ടികളെ കൊണ്ട് നമ്മൾ ശീലിപ്പിക്കാം. അതേപോലെ തന്നെ യങ്ങർ മെമ്പേഴ്സ് ഉണ്ടാവും, ചെറിയ കുട്ടികൾക്ക് പേഷ്യൻസും റെസ്പെക്റ്റും ഒക്കെ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, എങ്ങനെ പ്രായമുള്ളവരുടെ അടുത്ത് സംസാരിക്കണം, അതേപോലെ തന്നെ എന്തൊക്കെ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കണം, ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത്, നമ്മുടെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതിൽ വരുന്നത്. സോ നമ്മൾ ഇന്ന് കണ്ടത് ഏജിങ് എന്താണെന്ന് കണ്ടു, ആൻഡ് അവരുടെ കോമൺ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കി, പിന്നെ സൈക്കോളജിക്കൽ ചേഞ്ചസ് ഇൻ ഏജിങ് എന്തൊക്കെയാണെന്ന് കണ്ടു, ആൻഡ് റോൾ ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റി എന്തൊക്കെയാണെന്ന് നോക്കി, ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾക്ക് എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതും നോക്കി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഒരു ഷോർട്ട് മൂവി ഉണ്ട്, സെയിം സ്റ്റോറി, നെയിം ഓർമ്മയില്ല. അതെ, ഒരു ഷോർട്ട് മൂവി, നെയിം എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും നെയിം ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറയാം. ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക് യു. ഓക്കെ ഹസീന ജി. വീഡിയോ ഓഫ് ആയി പോയതാണ്. ഓക്കെ ഹസീന ജി കേൾക്കാമോ? സർ കേൾക്കുന്നുണ്ട്. ഓക്കെ. കേൾക്കുന്നുണ്ട് സർ. 1992 മുതൽ ഞാൻ ജീറിയാട്രീഷ്യനായിട്ടാണ് മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്തത്. ജീറിയാട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള എൻ്റെ പേഷ്യൻസിൽ 90% 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള പേഷ്യൻസ് ആയിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് ഈ ജീറിയാട്രീസിനെ കുറിച്ച് ഈ ഗ്രൂപ്പിൽ ഏതായാലും എനിക്കറിയാവുന്ന അത്രയും ആർക്കും അറിയാവുന്ന അവകാശപ്പെടാൻ പറ്റത്തില്ല. ഇനി ഓക്കെ, അപ്പൊ ഇനി 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇതൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, മിക്കവരും ചിന്തിക്കാറില്ല. ഓൾഡ് ഏജ്, കോഗ്നിഷൻ, മറ്റേത് മറിച്ചത് എല്ലാം ആരെങ്കിലും പറയുന്നതിനെ, ഏതെങ്കിലും ബുക്കിലുള്ളതിനെ അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കുന്നതാണ് മിക്കവരും. ഒന്നും വേണ്ട. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചെറുപ്പക്കാരനാണോ? ഇല്ല. പ്രായം എത്രയായി? 76ആയി. അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരനാണോ? ഇല്ല. പ്രായം 80-നടുത്ത്. എന്നിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചെറുപ്പക്കാരനാണോ? അല്ല, 79. എന്നിട്ട് അമൃതാനന്ദമായി ചെറുപ്പക്കാരിയാണോ? അല്ല, 69ഓ 70-നടുത്ത് പ്രായമായി. ഇങ്ങനെ കുറച്ച് റൈറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയുന്നതിന് ഉദാഹരണം വെച്ചാൽ, ഈ ഓൾഡ് ഏജ് ഇതെല്ലാം വരുത്തി വെക്കുന്ന ലോൺലിനെസ് നമ്മൾ തന്നെയാണ്. അതിൽ ഇന്നത്തെ കാലത്ത് ലോൺലിനെസ്സിന് ഒരു എക്സ്ക്യൂസും ഇല്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്ക്യൂസ് ഉണ്ട്, എങ്ങനെ മറ്റേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എങ്ങനെ എത്തിപ്പറ്റും, എങ്ങനെ കാണുമെന്നൊക്കെ. ഇന്ന് വാട്സാപ്പ് വീഡിയോ കോൾ ഫ്രീ. വാട്സാപ്പ് വീഡിയോ കോൾ ഫ്രീ. നിങ്ങളുടെ പലരെയും റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. പക്ഷെ അതൊന്നും ചെയ്യാതെ കുറെ പേർക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചാൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അതുപോലും അറിഞ്ഞുകൂടാ. അത് ആദ്യം പഠിക്കണം. ചിലർക്ക് ഞാൻ ചോദിക്കും, ഇങ്ങനെ ഫോണില്ലേ, അതൊക്കെ കൊച്ചു പിള്ളേർക്കുള്ള കാര്യമല്ലേ, നമുക്ക് എങ്ങനെ? ദേ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി അങ്ങനെ അവർ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ ലോൺലിനെസ് പമ്പ കടക്കും. പിന്നെ ഇവിടെ അമേരിക്കയിൽ സ്ഥിരം ചെയ്യുന്ന എൽഡർലി പീപ്പിൾ, ഞാൻ ഇവിടുത്തെ AARP എന്ന് പറയും, അതായത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് റിട്ടയർഡ് പീപ്പിൾ, അതിലെ ഒരു ആക്റ്റീവ് മെമ്പറും കൂടിയാണ് ഞാൻ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട്. അപ്പം അതിൽ കാണുമ്പോൾ ഞാൻ ഈ എൽഡർലി പീപ്പിൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ എങ്ങനെയാ, നല്ലൊരു ശതമാനം പേരും ഇവിടെ ദേ വോളണ്ടിയർ ചെയ്യും അവരുടെ ടൈം. റിട്ടയർ ചെയ്ത് കഴിഞ്ഞു, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പലതും വോളണ്ടിയർ ചെയ്യാം. ചിലരാണെച്ചാൽ സ്കൂളിൽ ചെന്നിട്ട് വോളണ്ടിയർ ചെയ്യും. അവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രബുദ്ധരായിട്ടുള്ള ഇതേപോലെ അവർക്ക് പല സ്കൂളിൽ ചെന്ന് ഒന്ന് വോളണ്ടിയർ ചെയ്യാം, ടു ഹെൽപ്പ്, ചെറിയ കാര്യങ്ങളൊക്കെ. ആൻഡ് ദേ വോളണ്ടിയർ ഇൻ ലൈബ്രറിയിൽ. അങ്ങനെ ഇതൊക്കെ ഒന്നും ചെയ്യാതെ കുത്തി വീട്ടിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഇരുന്നുകൊണ്ട് ടി വിയിൽ പരട്ട TV ചാനൽ ചർച്ചകളും കണ്ടുകൊണ്ട്, രാഷ്ട്രീയ ചർച്ചകളും കണ്ടുകൊണ്ട് സമയമെല്ലാം വേസ്റ്റായി. അതെല്ലാം കാണുമ്പോൾ ഉള്ള ഡിപ്രഷൻ കൂടും. ഈ TV ന്യൂസും ഇതെല്ലാം കാണുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, സമയം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തന്നെ മൊണോപ്പൊളൈസ് ചെയ്യുന്നില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഞാൻ ഇന്ന് ഈ ടോപ്പിക് പ്രിപ്പയർ ചെയ്തപ്പോൾ സാറേ ആ ഞാൻ വിചാരിച്ചിരുന്നു നമ്മുടെ ഓൾഡ് ഏജ് അല്ലെങ്കിൽ നമുക്ക് വയസ്സായി എന്ന് നമ്മുടെ മെന്റലി നമ്മൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ പല പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യില്ലല്ലോ. സാർ പറഞ്ഞപ്പോ ഇപ്പൊ ഞാനതാ ഓർത്തത്. ഒരു നമുക്ക് ഹോബി, ഒരു പുതിയ ഹോബി പിക്കപ്പ് ചെയ്യണം. ഒരു ഹോബി, എന്തെങ്കിലും ഒരു ഹോബി പിക്കപ്പ് ചെയ്യാം. ഒന്നുമില്ലെങ്കിലും ടെറസ് ഗാർഡൻ, ടെറസ് ഉണ്ടെങ്കിൽ ടെറസിനകത്ത് ഗാർഡനിങ്, അല്ലെങ്കിൽ ടെറസിലെ ബാക്കിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ഗാർഡനിങ്. അപ്പോൾ അതെല്ലാം ആക്ടിവിറ്റി ആകുമ്പോൾ ആ ബോർഡും എല്ലാം മാറിക്കിട്ടും. എന്തെല്ലാം ചെയ്യാം, ഒന്നും ചെയ്യത്തില്ല. അവിടെ ഇരുന്ന് ഇങ്ങനെ കുറ്റവും പറഞ്ഞുകൊണ്ട് കൂടുതലും വെറുതെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ചയുണ്ട്. എന്തോന്നാണ് ഇവർ ഭരിക്കുന്നത്, അത് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു. യൂസ്ലെസ്, വേസ്റ്റ് ഓഫ് ടൈം. ഡു സംതിങ് പ്രൊഡക്റ്റീവ്ലി. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. Okay, thank you, sir. Thank you for sharing the valuable information with us. Thank you so much. ഹസീന മാം, ഗുഡ് ഈവനിങ്. Good evening, ma'am. പറഞ്ഞോളൂ. ഞാൻ ഹേമലത. പിന്നെ വളരെ നന്നായി സംസാരിച്ചു. പ്രായമായവരുടെ പ്രശ്നങ്ങളും അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും, എല്ലാ കാര്യങ്ങളും പോയിന്റ് വൈസ് ആയിട്ട് സംസാരിച്ചു. ആ PPT നമുക്കൊന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്റെ ലാപ്പ് കുറച്ച് പ്രോബ്ലം ഉള്ളത് കാരണമാണ് നമുക്ക് ഞാനത് PPT ആക്കാതിരുന്നത്. ആക്കിയിട്ടില്ല അല്ലെ? നോട്ട്സ് ആണോ? നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണോ? ഞാൻ സിമ്പിൾ ആയിട്ട് എന്റെ പോയിന്റ്സ് മാത്രം എഴുതി വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി എനിക്ക് ലാപ്പ് ഉണ്ടെങ്കിൽ അത് PPT ആണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയേനല്ലേ. അതെ, ഞാൻ ഈ 1 2 3 പറയുമ്പോ അത് നോട്ട് പോലെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചതാ. അങ്ങനെ ഉണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ഒന്ന് രണ്ട് പേര് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ മമ്മൂട്ടിക്ക് എത്ര പ്രായമാണ്? കൊച്ചു പയ്യനാണോ? ഈ 76. ആൻഡ് വാട്ട് അബൌട്ട് അമിതാഭ് ബച്ചൻ? ഈസ് 84. ഇവരെന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. സോ ദാറ്റ് ഇസ് ടേക്ക് ഹോം മെസ്സേജ്. അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. മാം പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു പോയിന്റ്, അതായത് നമുക്ക് തോന്നുമ്പോൾ, നമുക്ക് വയസ്സായെന്ന് നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴാണ് ആക്ച്വലി നമുക്ക് വയസ്സാകുന്നത്. അല്ലാതെ 74 80 നമ്പർ വന്നതുകൊണ്ട് നമ്മൾക്ക് ഏജ് ആയില്ല. അത് വളരെ ശരിയാണ്. അത് ഞാൻ ഒരു കൂട്ടുകുടുംബത്തിലെയാണ്. ഞങ്ങൾ 13 മക്കളാണ്. എന്റെ ഉമ്മാക്കും അത്താക്കും കൂടി ഞങ്ങൾ റൗത്തേഴ്സ് ആണ്. അതുകൊണ്ട് ഉമ്മ അത്താന്നാ പറയാ, ഉമ്മ വാപ്പാന്നല്ല. സോ ഞങ്ങള് 13 മക്കള്. ഞാൻ 13ാമത്തെ ആളാണ്. ഞങ്ങളുടെ 3 പേര് മരിച്ചു. ഉമ്മ ഉണ്ട്. അത്ത മരിച്ചിട്ട് ഇപ്പൊ 8 വർഷമായി. അത്താക്ക് ലിവർ സിറോസിസ് ആയിരുന്നു, ഷുഗർ കൂടിയതിന്റെ ആയിരുന്നു. അത്ത ആയിരുന്നു ഞങ്ങളുടെ കുടുംബത്തിനെ മൊത്തം കൊണ്ട് നടന്നിരുന്നത്. അത്താക്ക് ഒരു 7-8 സഹോദരന്മാരായിരുന്നു. ഉമ്മാക്ക് ഉണ്ടായിരുന്നു 9 സഹോദരങ്ങള്. അപ്പൊ ഞങ്ങളൊക്കെ ഒന്നിച്ചായിരുന്നു പോയിരുന്നതും വന്നിരുന്നതും. എല്ലാ പരിപാടികൾക്കും ഒന്നിച്ച് കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഏജിങ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല എന്ന് ആ ഒരു ഇതേ ഉള്ളൂ എനിക്ക്. പക്ഷെ ഞാൻ ഒരുപാട് പേരെ ഏജിങ് ആയിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. എന്റെ അത്താക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നു എന്റെ അത്ത മരണപ്പെട്ടു പോയത്. അപ്പൊ ലിവർ സിറോസിസ് ആയതുകൊണ്ട് കുറച്ചു ദിവസം കിടപ്പിലായിട്ടൊക്കെ ആള് മരിച്ചത്. അപ്പൊ എനിക്ക് കൂടെ ചെന്നിരുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഇപ്പോഴും ആലോചിച്ച് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നാറുണ്ട്. പക്ഷെ അത്ത ഭയങ്കര ആ ഏജ് അല്ലെങ്കിൽ ആ ഒരു അസുഖം എന്നുള്ളത് ഒരു വിഷയമായിട്ട് കാണിച്ചിട്ടേ ഇല്ല. ഒന്ന് വീണുപോയി നിവർന്ന് നിൽക്കാൻ പറ്റാതെ എഴഞ്ഞു നടക്കുന്ന ഒരു സമയത്തും കൂടിയും ഒരിക്കലും കാണിച്ചിട്ടില്ല. കാരണം എല്ലാ മക്കളും കൂടെ നിന്നിട്ടുണ്ട്. ആരും വയസ്സായതാണെന്നോ അവരിനൊരു ഭാരമായിട്ടോ കണ്ടിട്ടേ ഉണ്ടായില്ല. അത് ഞങ്ങൾ വളർന്ന ആ ഒരു കൾച്ചറും ഉണ്ടായിരുന്നു. അതെനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ചെയ്യാൻ പറ്റാത്തതിൽ എനിക്കൊരു റിഗ്രറ്റും ഉണ്ട്. അത് പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം ഞാൻ കല്യാണം കഴിഞ്ഞ് വേറെ വന്നതുകൊണ്ട് എനിക്ക് 24 hours അവരെ പോയി നിൽക്കാൻ പറ്റിയില്ല. അല്ലാതെ ഞാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും ഈ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് കൂടുതലും എന്റെ അത്താനെ ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു മാഡം. കുറെ കാര്യങ്ങൾ അറിയാവുന്ന തന്നെ ഒരു പിറ്റീഷൻ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണെന്ന് തോന്നി. സന്തോഷമുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഷംല മാം. ഞാൻ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമുക്ക് ഇൻട്രോ പറഞ്ഞ ജിഷ മാം
ഇവിടെ 26th ബാച്ചിൽ ഞങ്ങളുടെ അല്ല 24th ബാച്ചിൽ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ ഞങ്ങൾ ഒന്നിച്ച് ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പോൾ ജിഷ നന്നായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. താങ്ക് യു. കൺഗ്രാറ്റ്സ് ജിഷ. താങ്ക് യു മാം, താങ്ക് യു. ഹസീന മാം, നല്ലൊരു ടോപ്പിക് ആയിരുന്നു മാം തന്ന ടോപ്പിക് എന്ന് പറഞ്ഞാല്. അത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള ടോപ്പിക്, അതും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് അമ്മയുണ്ട്. 72 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ അമ്മ ഒരു മേജർ അറ്റാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1.5-2 വർഷമായിട്ട് എൻ്റെ കൂടത്തെയാണ് താമസം. അപ്പം എല്ലാ അവരുടെ ഏജും, അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ 72ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും ഒരു 2.5 മാസം കിടന്നുപോയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലെല്ലാം തന്നെ നമ്മൾ അതിന് മുന്നിൽ അവരെ കെയർ ചെയ്തതും അതൊക്കെ മാം പറയുന്ന ഓരോ കാര്യങ്ങൾ കാണുന്ന എനിക്ക് അതുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കരമായിട്ട് ഉള്ളതാണ്. പിന്നെ എനിക്ക് ഇപ്പം സാറ് പറഞ്ഞൊരു കാര്യം, അതിപ്പോ ഈ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെയും ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ സോഷ്യൽ ഇതായിട്ടുള്ള നമ്മളെ മൊബൈൽ ഫോൺ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതലും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ ലോൺലിനെസ്സും കാര്യങ്ങളൊക്കെ മാറുന്നുള്ളത് ഒരുപാട് സത്യമായിട്ടുള്ള അവസ്ഥ തന്നെയാണത്. അപ്പോൾ അതിലെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഞാൻ കണ്ണൂർ ഒരു ഫുഡ് എന്റർപ്രണേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. അപ്പൊ ഞങ്ങളുടെ ആ ഫുഡ് എന്റർപ്രണേഴ്സ് അസോസിയേഷന്റെ പേരിൽ ഞങ്ങൾ ഈ സംരംഭ മേഖലയിലുള്ള ഒത്തിരി ചെറിയ ചെറിയ വീട്ടമ്മമാര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ആ ഒരു അസോസിയേഷന്റെ ആൾക്കാർ, വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ആവശ്യപ്രകാരം ഞങ്ങൾ ചെറിയ ചെറിയ ഒരു 10-12 പേർക്ക് മാത്രമായിട്ട് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ അവരെ ഈ ഡിജിറ്റൽ ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഒരുപാട് പഠിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അവർക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ഫോൺ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും ഒരു അറ്റ്ലീസ്റ്റ് വീഡിയോ കോൾ മക്കളെ വിളിച്ച് എങ്ങനെ സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ മാം ഇതും സാറും ഇതൊക്കെ പറയുമ്പോഴേക്ക് അത് നല്ലൊരു ടോപ്പിക്കായിട്ട് തന്നെ എനിക്ക് തോന്നി. നല്ല മനോഹരമായിട്ട് എടുത്തു. വളരെ നന്ദി. ഓക്കെ മാം, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച് ജിഷ മാം. എന്റെ വീഡിയോ ഇല്ലാത്തതാണ് എനിക്കൊരു മെയിൻ പ്രശ്നമായിട്ട് തോന്നിയത്. ഇപ്പൊ ഞാൻ വീഡിയോ ഓൺ ആക്കിയത് സ്റ്റക്കായി പോയ ഇത് നിന്ന് പോവല്ലോ സെഷന്റെ ഇടയിൽ, അതുകൊണ്ടാണ് ഇപ്പൊ ഓൺ ആക്കി നോക്കിയത്. ഇടയ്ക്ക് സ്റ്റക്കായി പോകുന്നുണ്ട്. ഹസീന മാം, എൻ്റെ പേര് അസീല. ഞങ്ങള് വലിയ ഫാമിലി, ഒരുപാട് മെമ്പേഴ്സ് ഒക്കെ ഉള്ളവരാണ്. മാം പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, പക്ഷെ ഇവിടെ നല്ല ക്രൗഡാണ്, അതുകൊണ്ട് എനിക്ക് മൈക്ക് ഓൺ ആക്കി പറയാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ നല്ല സെഷനായിരുന്നു. ജിഷയ്ക്ക് കൺഗ്രാറ്റുലേഷൻ. ജിഷ ഞങ്ങളെ ബാച്ച്മേറ്റ് ആണ്. 24th ട്രെയിനർ ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്. പിന്നെ നമ്മള് നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്തതൊക്കെ, അവരൊന്നും ഇപ്പം ഇല്ല, എന്നാലും അവർക്ക് ചെയ്തു കൊടുത്തതൊക്കെ ഓർക്കാൻ പറ്റി. വല്യമ്മ വല്യപ്പ എല്ലാവർക്കും ചെയ്തു കൊടുത്തതൊക്കെ നമുക്ക് ഓർക്കാൻ ഹസീന മാമിന്റെ സെഷൻ അവരെ മറന്നിട്ടല്ല എങ്കിൽ പോലും അത് വളരെ ഉപകരിച്ച് നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. നമ്മുടെ ഫൈസൽ സാർ, അർച്ചന മാം ഒന്നും ഇല്ലേ? ഇവിടെ ഉണ്ട്. എല്ലാവരും ഒന്ന് പറയട്ടെ, പറഞ്ഞു കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഫൈസൽ സാറിന്റെ ചിരി 2 ദിവസമായിട്ട് മിസ് ചെയ്ത്. ആണല്ലേ? ഓക്കെ. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ ഫീഡ്ബാക്ക്? വിവോ പറയുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ. വെരി ഗുഡ് പ്രസന്റേഷൻ ആയിരുന്നു. കുറച്ച് പഴയ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് പോയി. വാർദ്ധക്യത്തിലിരിക്കുന്നവർ ഇന്ന് ഇപ്പോൾ അധികമായിട്ട് നോക്കാനൊന്നും ആളില്ല. കുറെ വൃദ്ധസദനങ്ങളാണ് ഇന്ന് കൂടുതലുള്ളത്. ഒരുപാട് കാര്യങ്ങളിന്ന് മാമിന്റെ ക്ലാസ്സിൽ മനസ്സിലായി. പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, ഞാനും എൻ്റെ ഫാമിലി ചെറിയൊരു ഫാമിലിയാണ്, പക്ഷെ എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലി 13ാമത്തെ മരുമകളാണ് ഞാൻ. ഇവിടെയും പഴയ മട്ടത്തില് നല്ലൊരു കൂട്ടുകുടുംബമായിട്ട് എല്ലാവരും കൂടെ പോവാ, ഒത്തുചേർന്ന് നല്ലൊരു കുടുംബമായിട്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്.
ഇവിടെ ഞങ്ങൾ സുഖമില്ലാഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ബന്ധങ്ങളാണ്. പിന്നെ മക്കളായാലും മരുമക്കളായാലും കൂട്ടുകുടുംബമായിട്ടുണ്ട്. സ്വന്തം വീടുകളിൽ തന്നെ എല്ലാവരും കഴിയുന്നത്, ഒറ്റ വീടുകളാണ്. പക്ഷെ എന്തുണ്ടെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും വരാനും അതൊക്കെ ഒരു പ്രത്യേകത തന്നെ. ഇനി മക്കളായാലും അങ്ങനെ തന്നെ, വന്ന മരുമക്കളും അങ്ങനെ തന്നെ. ഞാനാണ് ചെറുത്, അപ്പൊ എന്നോട് എല്ലാവരും ഇപ്പം കാര്യങ്ങളൊക്കെ പറയും. പിന്നെ വെച്ചാല് നമ്മള് പിന്നെ മക്കളോട് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടതാണ് പിന്നെ വാർദ്ധക്യത്തിന്റെ പിന്നെ ക്ലാസ്സിനെ പറ്റി ക്ലാസ്സുകൾ തന്നെ നമ്മൾക്ക് ഇവിടെ ചെറിയ പരിപാടിയൊക്കെ വെക്കുമ്പോൾ കുട്ടികളോട് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുക, ബഹുമാനം, മനസ്സിനുണക്കേട്, അതൊക്കെ തന്നെ. അതേമാതിരി മാമിന്റെ ക്ലാസ്സിൽ പറഞ്ഞ മരുന്ന് എടുത്ത് കൊടുക്കുക, ചെറിയൊരു പാലിയേറ്റീവ് സെന്ററിന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കളെ കൂട്ടി പോകും. അങ്ങനെയൊക്കെ ഉള്ള പിന്നെ ക്ലാസ്സിലൊക്കെ ഞാൻ പങ്കെടുക്കുമ്പോൾ മക്കളോട് പറയും അന്ന് അവിടെ വെച്ച് ക്ലാസ് എടുത്തതിനെ പറ്റി. അതല്ലെങ്കിൽ ഇവിടെ നമ്മളെ തൊട്ടടുത്ത് 2 വൃദ്ധസദനങ്ങളുണ്ട്. അവിടെയൊക്കെ ഇപ്പൊ ഇന്നലെ എൻ്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മകന്റെയും മകളെയും പിന്നെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവിടെ അവരെന്താ കൊടുത്തതെന്നറിയോ? അന്നത്തെ ഭക്ഷണം അവർക്ക് പിന്നെ ഫിഷ് ബിരിയാണി മതി പറഞ്ഞു. എന്നിട്ട് അവർ തന്നെ അവരൊരു കേക്ക് മുറിയൊക്കെ നിർത്തി. ഇവർ കേക്കൊന്നും മുറിക്കേണ്ട, അവർ എല്ലാ പ്രാവശ്യം കേക്ക് കട്ട് ചെയ്യണം, അപ്രാവശ്യം അവരങ്ങനെ ചേഞ്ച് വരുത്തി. അതുപോലെ ഇപ്പൊ ചെറിയ മക്കളൊക്കെ ബർത്ത്ഡേ ഒക്കെ അവിടെ വെച്ച് ആഘോഷിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല 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 കാര്യങ്ങളാണ് മാം പറഞ്ഞത്. പിന്നെ മറ്റേ സാറ് പറഞ്ഞ മാതിരി കുറെ ഉയർന്ന വലിയ വലിയ പിന്നെ ആക്ടർമാരൊക്കെ ഒരുപാട് ഏജിലാണ്, പക്ഷെ അവർക്കൊന്നും പ്രായത്തിൻ്റെതായിട്ടൊരു ഒന്നും കണിക പോലും ഇല്ല. പക്ഷെ എൻ്റെ ഉമ്മക്കൊന്നും പ്രായമായിട്ടില്ല, 60 വയസ്സാവുന്നേ ഉള്ളൂ. ഉമ്മ എന്നോട് പറയും ഞാൻ വയസ്സായി, എനിക്ക് വയസ്സായി എന്ന് ഉമ്മ പറയാം. അപ്പൊ ഞാൻ പറയും ഉമ്മങ്ങൾക്കൊന്നും വയസ്സായിട്ടില്ല, എനിക്ക് വയ്യ, അത് തീരെ സുഖമില്ല, ഉമ്മയുടെ ഭാഷയിൽ പറയാണ് ഞാൻ. അപ്പൊ ഞാൻ പറയും ഇല്ലമ്മ, നിങ്ങൾക്കൊക്കെ തോന്നും, നിങ്ങളെക്കാളും പ്രായം ഉള്ളവരൊക്കെ എണീറ്റ് ഓടി നടക്കണ്ടേ, നിങ്ങൾക്ക് തോന്നുകയാ ഷുഗർ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് സുഖമില്ല എന്ന് പറയുമ്പോ ഇല്ല, അവരുടെ പ്രായം അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ കുറെ പിന്നെ അവര് എന്താണ് ആ സാറ് പറഞ്ഞ മാതിരി ഈ ഫോണൊക്കെ കാണുമ്പോൾ അവർക്ക് കുറെ അതിലേക്ക് തോന്നുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനൊരു ചേഞ്ച് വരും. ഈ പ്രായത്തിൻ്റെത് പ്രായമില്ല, അസുഖങ്ങൾക്ക് തന്നെ കുറെ മാറ്റങ്ങൾ വരും. പിന്നെ ടെൻഷൻ വരുമ്പോൾ കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ മാമിന്റെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടി. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. അവന്റെ പേര് ഇതിൽ കാണുന്നില്ല, വിവോ എന്നാണ് കാണുന്നത്. ഫൗസിയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഫൗസിയ മാം. ഒരു ടിപ്പും കൂടെ ഞാൻ പറയാം. അതായത് ആദ്യം തന്നെ ഈ ഓൾഡ് ഏജ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഓൾഡ് ഏജ് വന്നേ പറ്റൂ. അപ്പൊ മുൻകൂട്ടി തന്നെ കുറച്ചൊന്ന് പണം ഓൾഡ് ഏജിന് വേണ്ടിയിട്ട് ഒന്ന് സേവിങ്സ്, അത് നേരത്തെ ഒരു 40 വയസ്സ് മുതൽ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് കുറച്ച് സേവ് ചെയ്യണം. പിന്നെ ഗവൺമെന്റ് ജോലിയിലാണെന്നുണ്ടെങ്കിൽ അല്ല പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നൊക്കെ അവസാനം കിട്ടുന്നതിനെ ഉടനെ തന്നെ ഒരു മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് 15-20 ലക്ഷം രൂപ ചെലവാക്കി ആർഭാടമായിട്ട് അടിച്ച് പൊളിച്ച് പാപ്പരാകരുത് കേട്ടോ. ഇത് നാളെ മോള് നോക്കും അല്ലെങ്കിൽ മകൻ നോക്കും, ഇല്ല. ഇന്നത്തെ കാലത്ത് അതൊക്കെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാം വലിയ പ്രയാസമാവും. കയ്യിൽ കാശ് കുറെ വേണം, ആരെയും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആദ്യം ഉറപ്പുവരുത്തുക. പിന്നെ വല്ല കുറച്ച് സ്വത്തുണ്ടെങ്കിൽ 3 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ പറയരുത് ആർക്കാണ് എത്ര കൊടുക്കാൻ പോകുന്നതൊക്കെ, ബില്ല് എഴുതി വെക്കണം. പക്ഷെ അത് രഹസ്യമായിട്ട് വച്ചേക്കണം കേട്ടോ. ആർക്ക് കൊടുക്കുമെന്ന് ഒന്നും പറയരുത്. അങ്ങനെ ആകുമ്പോൾ അവരെല്ലാം മത്സരിച്ച് നിങ്ങളെ നന്നായിട്ട് നോക്കും. വയസ്സുകാലത്ത് നേരത്തെ ഇന്ന ആൾക്ക് ഇത്രയും കൊടുക്കാൻ പോകുന്നു, പിന്നെ അവർ തമ്മിൽ പിന്നെ വഴക്ക് ഇതായി നിങ്ങളാണ് പിന്നെ കഷ്ടപ്പെടാൻ പോകുന്നത് ഈ ഓൾഡ് ഏജിൽ. അതുകൊണ്ട് ബില്ല് എഴുതി വെക്കണം, പക്ഷെ ആർക്ക് എത്ര കൊടുക്കുമെന്ന് ഒരിക്കലും പറയരുത്. അപ്പോഴത് കാരണം ഇവർ ഓടി വന്ന് നോക്കും. ഒരു തുമ്മലെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വരും. വെച്ചാൽ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വലിയ അവസാനം കൂടുതൽ ബില്ലിൽ വല്ല എഴുതി വെക്കുമോ എന്നുള്ളതിൽ. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ടിപ്പ്. താങ്ക് യു. താങ്ക് യു സർ, നല്ല ടിപ്സ് ആയിരുന്നു. സാറിപ്പോ പറഞ്ഞത് നല്ലൊരു പോയിന്റാ. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ നല്ലൊരു പോയിന്റാ. അധിക പിന്നെ രക്ഷിതാക്കൾക്കും പറ്റുന്ന ഒരു ആദ്യമേ എഴുതി വെക്കലും അല്ലേ, അതൊക്കെ ശരിയാണ്, അങ്ങനെ ചെയ്യരുത്. അതെ അതെ, നല്ല ടിപ്സ് ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു ടിപ്സ് ആണത്. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും വളരെയധികം സന്തോഷം. നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പുതിയ സർക്കാർ നിലവിൽ വന്ന സമയത്ത് പുതിയൊരു വകുപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ പുതിയ വകുപ്പ് രൂപീകരിച്ചിരിക്കുകയാണ്.
എൽഡർലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, വയോജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, അവരെ എംപവർ ചെയ്യുക, അവരുടെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അത്തരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും അത്തരത്തിൽ നിലനിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരോടൊക്കെ സംസാരിക്കാൻ ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക. നമ്മൾ പലപ്പോഴും വീടുകളിലൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു ടീമാണ് അല്ലെ. അവരപ്പുറത്ത് ഉണ്ടാവും, ആ റൂമിൽ ഉണ്ടാവും എന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ നമ്മളൊരു ഇമ്പുള്ള ഒരു ഫാക്കൽറ്റിയുടെ വീട് സന്ദർശിച്ച സമയത്ത് അവരുടെ വീട്ടിലും ഉണ്ടായിരുന്ന ഒരു വല്യമ്മക്ക് കുറേ സംസാരിക്കാനുണ്ട്. പക്ഷെ പലപ്പോഴും അങ്ങനെയുള്ളവരെ നമ്മൾ തഴയലാണ്. കാരണം അവരോടധികം സംസാരിക്കാൻ നമ്മൾ ഇരിക്കാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാം, ചേർത്ത് പിടിക്കാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരെ നമുക്ക് എങ്ങനെയൊക്കെ എംപവർ ചെയ്യാം, അവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ പുറത്തേക്ക് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളുടെ ജീവിതത്തില് ഇങ്ങനെ ചുറ്റുപാടുള്ള ഒത്തിരി ആളുകളെ കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ കൂടിയാണ് നമ്മുടെ ജീവിതം അർത്ഥമാകുന്നത്. നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ നന്നായിട്ട് പെരുമാറും. നമ്മൾ പുറത്ത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും, മോട്ടിവേഷൻ ഉണ്ടാവും, ഫുൾ എനർജി കൊടുക്കും. പക്ഷെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ കൂടെയുള്ള ആളുകൾക്ക് കൂടി അത് കൊടുക്കാൻ പറ്റണം. എല്ലാം കൊടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അല്ലെ, വീട്ടിലെ ഇത്തരത്തിലുള്ള പല ആളുകളും ഉണ്ടാകും അല്ലെ, അങ്ങനെയുള്ളവർക്ക് കൂടി നമ്മളുടെ ആ ചൈതന്യവും നമ്മുടെ മോട്ടിവേഷനും ഇൻസ്പിറേഷനും സമയവും നോളജും ഒക്കെ നമുക്ക് നൽകാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറച്ചും കൂടി മനോഹരമാവുക. അപ്പൊ അത്തരത്തിൽ നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊരു സെഷൻ തിരഞ്ഞെടുത്തതിൽ ഹസീന മാമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വീഡിയോ ഇതിന്റെ ഒരു അഭാവം ഉണ്ടെങ്കിൽ പോലും മാക്സിമം അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും പക്ഷെ ആ ചിരിച്ച് ഉള്ള ഒരു ഇത് നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. എനിവേ കുഴപ്പമില്ല, നമ്മളത് ഒരു മാനേജ്മെന്റ് ആണല്ലോ, ക്രൈസിസ് മാനേജ്മെന്റ് ആണല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും ഫർദർ ക്ലാസ്സുകളൊക്കെ എടുക്കുക, ഫോക്കസ് ചെയ്യുക. നമ്മൾ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് ഇവിടെ എല്ലാവരും കുറെ ഇൻസൈറ്റുകൾ കിട്ടി അല്ലെ. വേണു സാർ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ ഇൻസൈറ്റുകൾ നമ്മൾ ക്ലാസ് കിട്ടുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. അത്തരം ഇൻസൈറ്റുകൾ വെച്ച് വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുക. ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ സന്ദേശങ്ങളൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റണം. ഓൾ ദ ബെസ്റ്റ് ഹസീന മാം. അതേപോലെ തന്നെ നമ്മുടെ ജിഷ മാം ആണ് ഇന്ന് നമുക്ക് ഇൻട്രോ പറഞ്ഞത്. ജിഷ മാമും വളരെ നന്നായിട്ട് തന്നെ പിന്നെ ഇൻട്രോ ചെയ്തു, അത് നന്നായിട്ട് കൈകാര്യം ചെയ്തു. അപ്പൊ ജിഷ മാമിനും സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ, ഒത്തിരി ആളുകൾ ഫീഡ്ബാക്കുകൾ പറഞ്ഞു, ഓപ്പൺ അപ്പ് ആയി. അപ്പൊ എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. നമ്മുടെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു സെഷനുമായിട്ട് അടുത്ത ട്രെയിനേഴ്സ് ടോക്കിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്.